ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം. കടലിൽ നിന്ന് രാജ്യത്തിനുണ്ടാകുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ രൂപീകരിക്കുന്ന പുതിയ സംയുക്ത സൈനിക കമാൻഡിൻ്റെ ആസ്ഥാനം ആക്കുളം, തിരുവനന്തപുരം. കടലിൽ നിന്ന് രാജ്യത്തിനുണ്ടാകുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ രൂപീകരിക്കുന്ന പുതിയ സംയുക്ത സൈനിക കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ ആക്കുളം. കരനാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ചുള്ള സംയുക്ത സേനാ കമാൻഡിനാണ് നടപടികൾ ആരംഭിച്ചത്. കരനാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ചുള്ള സംയുക്ത കമാൻഡിനാണ് നടപടികൾ ആരംഭിച്ചത്. ഈ കമാൻഡിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാവികസേനയായിരിക്കും. ഈ കമാൻഡിന് നേതൃത്വം നൽകുന്നത് ആരാണ്? അത് ഇന്ത്യൻ നേവിയാണ്. കമാൻഡിനെ നയിക്കുക 3 സ്റ്റാർ പദവിയുള്ള ഒരു വൈസ് അഡ്മിറൽ ആയിരിക്കും. കമാൻഡിനെ നയിക്കുന്നത് 3 സ്റ്റാർ പദവിയുള്ള ഒരു വൈസ് അഡ്മിറലാണ്. ഭൂമി തരംമാറ്റത്തിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ റെയ്ഡാണ് ഹരിതകവചം. ഭൂമി തരംമാറ്റത്തിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ റെയ്ഡാണ് ഹരിതകവചം. 2025 നവംബറിൽ മരണപ്പെട്ട മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് M.R. രഘുചന്ദ്രപാൽ. 2025 നവംബറിൽ മരണപ്പെട്ട മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് M.R. രഘുചന്ദ്രപാൽ. ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ചത് മദ്രാസ് ഹൈക്കോടതി. ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ചത് മദ്രാസ് ഹൈക്കോടതി. സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനാവില്ല എന്ന് പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ ആവില്ല എന്ന് പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച MO-24 എന്ന വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിടാൻ സാധിക്കുന്ന പുതിയ നെൽവിത്തിനമാണ് ആദ്യ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച MO-24 എന്ന വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിടാൻ സാധിക്കുന്ന പുതിയ നെൽവിത്തിനമാണ് ആദ്യ. സംസ്ഥാനത്തെ 75% കർഷകരും ഉപയോഗിക്കുന്ന നെൽവിത്തായ ഉമയും നാടൻ നെൽവിത്ത് തവളക്കണ്ണനും സംഭരണം നടത്തിയാണ് ആദ്യ വികസിപ്പിച്ചത്. സംസ്ഥാനത്തെ 75% കർഷകരും ഉപയോഗിക്കുന്ന നെൽവിത്തായ ഉമയും നാടൻ നെൽവിത്ത് തവളക്കണ്ണനും സംഭരണം നടത്തിയാണ് ആദ്യ വികസിപ്പിച്ചത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉമയും തവളക്കണ്ണനും സംഭരണം നടത്തിയാണ് MO-24 എന്ന ആദ്യ വികസിപ്പിച്ചത്. കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോട് കൂടിയ നെല്ലിനം കൂടിയാണ് ആദ്യ. കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോട് കൂടിയ നെല്ലിനം കൂടിയാണ് ആദ്യ. ഹുറൂൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ശിവ് നാടാർ. HCL ടെക്നോളജിയുടെ സ്ഥാപകനാണ്. ഹുറൂൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ശിവ് നാടാറാണ്. HCL ടെക്നോളജിയുടെ സ്ഥാപകനാണ്. ഇദ്ദേഹത്തിന് തന്നെയാണ് കഴിഞ്ഞ തവണയും 1-ാം സ്ഥാനം. 2708 കോടി രൂപയാണ് ഈ വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹം ചെലവഴിച്ചത്. 2708 കോടി രൂപയാണ് ഈ വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹം ചെലവഴിച്ചത്. 2-ാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനിയാണ് 2-ാം സ്ഥാനത്ത്. അദ്ദേഹം 626 കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു. ട്രംപിൻ്റെ പിന്തുണ ലഭിച്ച ഇന്ത്യൻ വംശജനായ ഒഹായോ ഗവർണറാണ് വിവേക് രാമസ്വാമി. ട്രംപിൻ്റെ പിന്തുണ ലഭിച്ച ഇന്ത്യൻ വംശജനായ ഒഹായോ ഗവർണറാണ് വിവേക് രാമസ്വാമി. 2025 നവംബറിൽ ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ആഗോള സഹായ നിധിയിൽ ഇന്ത്യ അംഗമായിരുന്നു. ഈ പദ്ധതിയാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി അഥവാ TFFF. 2025 നവംബറിൽ ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ആഗോള സഹായ നിധിയിൽ ഇന്ത്യ അംഗമായിരുന്നു. ഈ പദ്ധതിയുടെ പേരാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. പൊതു സ്വകാര്യ നിക്ഷേപങ്ങളിലൂടെ $12.5 ബില്യൺ അഥവാ 1,00,000 കോടി രൂപ സമാഹരിക്കുകയാണ് ഈ ഫണ്ടിൻ്റെ ലക്ഷ്യം. പൊതു സ്വകാര്യ നിക്ഷേപങ്ങളിലൂടെ $12.5 ബില്യൺ അതായത് ഏകദേശം 1,00,000 കോടി രൂപ സമാഹരിക്കുകയാണ് ഈ ഫണ്ടിൻ്റെ ലക്ഷ്യം. വരാനിരിക്കുന്ന COP30 കാലാവസ്ഥാ ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ വെച്ച് ബ്രസീലിലെ
ഇന്ത്യൻ അംബാസിഡർ സുരേഷ് ഭാട്ടിയയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. വരാനിരിക്കുന്ന COP30 കാലാവസ്ഥാ ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ വെച്ച് ബ്രസീലിലെ ഇന്ത്യൻ അംബാസിഡർ സുരേഷ് ഭാട്ടിയയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ അംബാസിഡർ സുരേഷ് ഭാട്ടിയ. ഐക്യരാഷ്ട്രസഭയുടെ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2025 അഥവാ COP30 വേദിയാകുന്നത് ബ്രസീലിലെ ബെലേം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഐക്യരാഷ്ട്രസഭയുടെ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2025 അഥവാ COP30യുടെ വേദി എന്ന് പറയുന്നത് ബെലേമാണ്, ബ്രസീലിലെ ബെലേം. ഇനി കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ 2015 ഡിസംബർ 12 ഫ്രാൻസിലെ പാരീസിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ 195 കക്ഷികൾ അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. 2015 ഡിസംബർ 12 ഫ്രാൻസിലെ പാരീസിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ, അതായത് COP21 195 കക്ഷികൾ അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. നിലവിലെ ബ്രസീൽ പ്രസിഡന്റാണ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ. ഈ നിലവിലെ ബ്രസീൽ പ്രസിഡന്റാണ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ. അന്തരിച്ച പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രമാണ് മൈക്കൽ. സംവിധാനം ചെയ്യുന്നത് ആൻറ്റോയിൻ ഫുക്വ. അന്തരിച്ച പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രമാണ് മൈക്കൽ. ഇത് സംവിധാനം ചെയ്യുന്നത് ആൻറ്റോയിൻ ഫുക്വ. ദേശീയ നിയമസേവന ദിനം നവംബർ 9. ദേശീയ നിയമസേവന ദിനമാണ് നവംബർ 9. 67ാമത് മാഗ്സസെ പുരസ്കാരത്തിന് അർഹമായത് ഇന്ത്യൻ സംഘടനയായ ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 67ാമത് മാഗ്സസെ പുരസ്കാരത്തിന് അർഹമായത് ഇന്ത്യൻ സംഘടനയായ ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. പുരസ്കാര ദാനം നടന്നത് ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ച്. പുരസ്കാരദാനം നടന്നത് ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ച്. ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് VS രാഹുൽ. തമിഴ്നാട് സ്വദേശിയായ VS രാഹുലാണ് ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ടൂറിസം മേഖലയിൽ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പകൾക്ക് 4% പലിശ സബ്സിഡി നൽകാൻ തീരുമാനിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പ്രൊജക്ട് 2025-26. ടൂറിസം മേഖലയിൽ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പകൾക്ക് 4% പലിശ സബ്സിഡി നൽകാൻ തീരുമാനിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പ്രൊജക്ട് 2025-26. പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റും മാതൃഭൂമി ന്യൂസ് എഡിറ്ററുമായിരുന്ന വിംസി അഥവാ VM ബാലചന്ദ്രൻ്റെ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് P മാളവികയ്ക്ക്. പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റും മാതൃഭൂമി ന്യൂസ് എഡിറ്ററുമായിരുന്ന VM ബാലചന്ദ്രൻ്റെ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് P മാളവികയ്ക്ക്. വിംസി ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് P മാളവികയ്ക്ക്. ഇവർ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം അംഗമാണ്. ഫുട്ബോളിൽ ഉയർന്നു വരുന്ന താരത്തിനുള്ള പുരസ്കാരമാണിത്. ഫുട്ബോളിൽ ഉയർന്നു വരുന്ന താരത്തിനുള്ള പുരസ്കാരമാണ് ഇത്. ലോക റേഡിയോഗ്രഫി ദിനം നവംബർ 8. ലോക റേഡിയോഗ്രഫി ദിനമാണ് നവംബർ 8. 2025 പ്രമേയം എന്ന് പറയുന്നത് റേഡിയോഗ്രാഫർമാർ അദൃശ്യമായത് കാണുന്നവർ. ലോക റേഡിയോഗ്രഫി ദിനം നവംബർ 8 2025 ലോക റേഡിയോഗ്രഫി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് റേഡിയോഗ്രാഫർമാർ അദൃശ്യമായത് കാണുന്നവർ. 4 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വാരാണസിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത് നരേന്ദ്രമോദി. 4 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വാരണാസിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത് നരേന്ദ്രമോദി. ഈ 4 ട്രെയിനുകൾ ബനാറസ് ഖജുരാഹോ, ലക്നൗ സഹറൻപൂർ, ഫിറോസ്പൂർ ദില്ലി, എറണാകുളം ബംഗളൂരു എന്നീ റൂട്ടുകളിലായിരിക്കും സർവീസ് നടത്തുക. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എറണാകുളം ബംഗളൂരു റൂട്ടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ 4 ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏതൊക്കെ റൂട്ട്? ബനാറസ് ഖജുരാഹോ, ലക്നൗ സഹറൻപൂർ, ഫിറോസ്പൂർ ദില്ലി, എറണാകുളം ബംഗളൂരു. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് 2019 ഫെബ്രുവരി 15 ന്യൂഡൽഹിക്കും വാരണാസിക്കും ഇടയിലാണ് സർവീസ് ആരംഭിച്ചത്. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്
2019 ഫെബ്രുവരി 15 ന്യൂഡൽഹിക്കും വാരാണസിക്കും ഇടയിലുമാണ് സർവീസ് ആരംഭിച്ചത്. തുടക്കത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അർദ്ധ അതിവേഗ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ സെറ്റാണ്. തുടക്കത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടിരുന്ന ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അർദ്ധ അതിവേഗ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് അഥവാ EMU ട്രെയിൻ സെറ്റാണ്. കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ മത്സരത്തിന് 2026 മാർച്ചിൽ വേദിയാകുന്നത് ദോഹ. കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ മത്സരത്തിന് 2026 മാർച്ചിൽ വേദിയാകുന്നത് ദോഹ. അതായത് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരത്തിന് വേദിയാകുന്നത് ദോഹയാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പുരസ്കാരം നേടിയത് കാസർഗോഡ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പുരസ്കാരം നേടിയത് കാസർഗോഡ്. എന്നാൽ മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള പുരസ്കാരം നേടിയത് മലപ്പുറം. മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള പുരസ്കാരം നേടിയത് മലപ്പുറം. കൊൽക്കത്ത പോലീസിൽ DSP ആയി നിയമിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് റിച്ച ഘോഷ്. കൊൽക്കത്ത പോലീസിൽ DSP ആയി നിയമിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് റിച്ച ഘോഷ്. വനിതാ ലോകകപ്പ് ജയിച്ചതിനു പിന്നാലെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ചയെ മമത സർക്കാർ DSP ആയി നിയമിച്ചത്. കൊൽക്കത്ത പോലീസിൽ DSP ആയി നിയമിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് റിച്ച ഘോഷ്. വനിതാ ലോകകപ്പ് ജയിച്ചതിന് പിന്നാലെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ചയെ മമത സർക്കാർ DSP ആയി നിയമിച്ചത്. ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ്. ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ്. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. ഇന്ത്യയിലെ പ്രമുഖ ജലവൈദ്യുത വികസന കമ്പനിയായ NHPC ലിമിറ്റഡിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ വെച്ച് 50 രൂപയുടെ സ്മാരക നാണയം പ്രകാശനം ചെയ്തത് മനോഹർ ലാൽ, കേന്ദ്ര ഊർജ്ജ ഭവന നഗരകാര്യ മന്ത്രിയാണ്. ഇന്ത്യയിലെ പ്രമുഖ ജലവൈദ്യുത വികസന കമ്പനിയായ NHPC ലിമിറ്റഡിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ വെച്ച് 50 രൂപയുടെ സ്മാരക നാണയം പ്രകാശനം ചെയ്തത് മനോഹർ ലാലാണ്. ഇദ്ദേഹം കേന്ദ്ര ഊർജ്ജ ഭവന നഗരകാര്യ മന്ത്രിയാണ്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ അഥവാ NHPC സ്ഥാപിച്ചത് 1975 നവംബർ 7-നാണ്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ അഥവാ NHPC സ്ഥാപിച്ചത് 1975 നവംബർ 7-നാണ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ചരക പുരസ്കാരത്തിന് അർഹയായ നിപ്മറിലെ ഡോക്ടറാണ് ഡോക്ടർ ചിത്ര ബോസ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ചരക പുരസ്കാരത്തിന് അർഹയായ നിപ്മറിലെ ഡോക്ടറാണ് ഡോക്ടർ ചിത്ര ബോസ്. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMA കേരള ഘടകം ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് IMA കേരള റോഡ് അപകട ഇൻഷുറൻസ് പദ്ധതി. IMA കേരള റോഡ് അപകട ഇൻഷുറൻസ് പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് IMA കേരള റോഡ് അപകട ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടങ്ങൾ മൂലമുള്ള നഷ്ടം കുറയ്ക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 250 രൂപയുടെ ചെറിയ പ്രീമിയം അടച്ചാൽ ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തിഗത അപകട ഇൻഷുറൻസായി 2 ലക്ഷം രൂപയുടെ വരെ കവറേജ് ലഭിക്കും. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇരുചക്ര വാഹന യാത്രികർ എന്നിവർക്കാണ് ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത്.
250 രൂപയുടെ ചെറിയ പ്രീമിയം അടച്ചാൽ ഈ പദ്ധതിയിൽ ചേരാം. അതുപോലെ വ്യക്തിഗത അപകട ഇൻഷുറൻസായി 2 ലക്ഷം രൂപയുടെ വരെ കവറേജ് ഇതിന് ലഭിക്കും. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇരുചക്ര വാഹന യാത്രികർ എന്നിവർക്കാണ് ഈ പദ്ധതിയുടെ ഉപകാരം ലഭിക്കുക. അപകടം മൂലമുണ്ടാകുന്ന പരിക്കുകൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ചികിത്സാ ചെലവ് ലഭിക്കും. അപകടം മൂലമുണ്ടാകുന്ന പരിക്കുകൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ചികിത്സാ ചെലവ് ലഭിക്കും. അതുപോലെ അപകടം മൂലം മരണം സംഭവിക്കുകയോ സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ 2 ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും. അപകടം മൂലം മരണം സംഭവിക്കുകയോ സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഈ 2 ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേൽ. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ. ഞാൻ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്